Hello friends, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡെയിലി യൂസിങ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഫോർ സ്റ്റുഡൻസ് അതാണ് പഠിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റിയ ക്ലാസ് റൂം സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ടീച്ചർ ഞാൻ അകത്തേക്ക് വന്നോട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐ. അകത്തേക്ക് ഇൻ, വന്നോട്ടെ അതിൻ്റെയാണ് കം. മേ ഐ കം ഇൻ ടീച്ചർ. ടീച്ചർ ഞാൻ അകത്തേക്ക് വന്നോട്ടെ. മേ ഐ കം ഇൻ ടീച്ചർ. നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതെങ്ങനെയാണ്? ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ഇവിടെ ഹിയർ. സിറ്റ് എന്ന് വെച്ചാൽ മേ ഐ സിറ്റ്. ഇരുന്നോട്ടെ. അപ്പോൾ റിക്വസ്റ്റ് ഫോമിൽ ചോദിക്കുകയാണ് ടീച്ചറിനോട്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. മേ ഐ സിറ്റ് ഹിയർ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ എനിക്കെന്ന് ഉള്ളതെന്താ? ഐ. എനിക്കെന്ന് വെച്ചാൽ ഐ. മനസ്സിലായില്ല. ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിലോട്ട് എഴുതാം. I didn't understand. എനിക്ക് മനസ്സിലായില്ല. നമുക്കിനി ഫോർത്ത് പോയിന്റിലോട്ട് പോവാം. ദയവായി വീണ്ടും വിശദീകരിക്കുമോ. അപ്പോൾ ഇവിടെ ദയവായുടെ ഇംഗ്ലീഷിൽ എന്താ നമ്മൾ പറയണത്? പ്ലീസ്. വീണ്ടും എന്ന് വെച്ചാൽ എന്താ? വീണ്ടും വിശദീകരിക്കുമോ. അപ്പോൾ പ്ലീസ്. എഗെയിൻ. വീണ്ടുംൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താ? എഗെയിൻ എന്നും പറയാം, റിപ്പീറ്റ് എന്നും പറയാം. അപ്പോൾ ഇവിടെ എഗെയിൻ എന്ന് ഞാൻ പറയണേ. ദയവായി വീണ്ടും എഗെയിൻ വിശദീകരിക്കുമോൻ്റെ ഇംഗ്ലീഷ് എന്താ? എക്സ്പ്ലെയിൻ. ദയവായി വീണ്ടും വിശദീകരിക്കുമോ. ഇപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൽ നിന്നോട്ട് നമുക്ക് എഴുതാം. Please explain again. ദയവായി വീണ്ടും വിശദീകരിക്കുമോ. അപ്പോൾ ഈ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ വെള്ളം കുടിച്ചോട്ടെ. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് എന്താ? ഞാൻ വെള്ളം കുടിച്ചോട്ടെ. ഞാൻ എന്ന് വെച്ചാൽ ഐ. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ. ഞാൻ വെള്ളം കുടിച്ചോട്ടെ. കുടിക്കുകയുടെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഡ്രിങ്ക്. കുടിച്ചോട്ടെ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്. മേ ഐ ഡ്രിങ്ക്. കുടിച്ചോട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് എഴുതാം. മേ ഐ ഡ്രിങ്ക് വാട്ടർ. ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. നമ്മൾ മേ ഐ ഡ്രിങ്ക് വാട്ടർ ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താ? പ്ലീസ് എക്സ്പ്ലെയിൻ എഗെയിൻ. ഇത് നമ്മൾ പറയുകയാണ്. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ എഗെയിൻ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്ന്. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ ടോയ്ലറ്റ് ഉപയോഗിച്ചോട്ടെ. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ടോയ്ലറ്റ് ഉപയോഗിച്ചോട്ടെ. യൂസ് ചെയ്തോട്ടെ എന്ന് നമ്മൾ റിക്വസ്റ്റ് നമ്മൾ യൂസ് ചെയ്തോട്ടെ. മേ ഐ യൂസ്. അതാണ് ഉപയോഗിച്ചോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിലോട്ട് നമുക്ക് എഴുതാം. May
May I use the toilet? May I use the toilet? May I use the toilet? ഞാൻ ടോയ്ലറ്റ് ഉപയോഗിച്ചോട്ടെ? May I use the toilet? നെക്സ്റ്റ് പോയിന്റ്, ഞാൻ പുറത്തേക്ക് പൊയ്ക്കോട്ടെ. ഞാൻ പുറത്തേക്ക് പൊയ്ക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. പുറത്തേക്കെന്ന് വെച്ചാൽ ഔട്ട്സൈഡ്. പൊയ്ക്കോട്ടെ. പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഗോയിങ്. ഞാൻ പോവുകയാണ്, ഗോ. അപ്പം മേ ഐ ഗോ. ഇവിടെ അപ്പം ഇങ്ങനെ നമുക്കിത് ഇംഗ്ലീഷിൽ എഴുതാനും നോക്കാം. May I go outside? ഇത് O ആണ്. May I go outside? ഞാൻ പുറത്തേക്ക് പൊയ്ക്കോട്ടെ. May I go outside? ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ക്ലാസ് റൂമിൽ കുറച്ച് സെൻറ്റൻസ് പഠിച്ചു. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പേജിൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം. ടീച്ചർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. May I come in, ടീച്ചർ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. May I sit here? എനിക്ക് മനസ്സിലായില്ല. I didn't understand. ദയവായി വീണ്ടും വിശദീകരിക്കുമോ? Please explain again. ഞാൻ വെള്ളം കുടിച്ചോട്ടെ. May I drink water? ഞാൻ ടോയ്ലറ്റ് ഉപയോഗിച്ചോട്ടെ. May I use the toilet? ഞാൻ പുറത്തേക്ക് പൊയ്ക്കോട്ടെ. May I go outside? അപ്പോൾ നമുക്ക് ഇനി കുറച്ച് അടുത്ത സെൻറ്റൻസുകൾ നോക്കാം. ഹലോ ഫ്രണ്ട്സ്. അപ്പം 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമിക്കണം ടീച്ചർ, ഞാൻ വൈകി. ക്ഷമിക്കണം ടീച്ചർ, ഞാൻ വൈകി. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിൽ എന്താ എഴുതേണ്ടത്? അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. വൈകി എന്ന് പറഞ്ഞാൽ ലേറ്റ്. അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷിലോട്ട് എഴുതാം. Sorry teacher. I am late. Sorry teacher, I am late. നെക്സ്റ്റ് പോയിന്റ് എന്താ? 9th പോയിന്റ് എന്ന് വെച്ചാൽ ദയവായി എനിക്കൊരു അവസരം തരൂ. ഇവിടെ ദയവായുടെ ഇംഗ്ലീഷ് എന്താ? പ്ലീസ്. എനിക്കൊരു അവസരം തരൂ. അവസരം എന്ന് പറഞ്ഞാൽ എന്താ? അവസരത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? ചാൻസ്. തരൂ, ഗീവ്. എനിക്ക് ഗീവ് മീ എ ചാൻസ്. അപ്പം ദയവായി എനിക്കൊരു അവസരം തരൂ. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. പ്ലീസ് ഗീവ് എ ചാൻസ്. എനിക്കൊരു അവസരം തരൂ. അപ്പം ഇവിടെ നമ്മൾ എ യൂസ് ചെയ്യും. പ്ലീസ് ഗീവ് മീ എ ചാൻസ്. പ്ലീസ് ഗീവ് മീ എ ചാൻസ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ? നിൻ്റെ കയ്യിൽ റബ്ബർ ഉണ്ടോ? നിൻ്റെ എന്ന് വെച്ചാൽ എന്താ? യുവർ. നിൻ്റെ കയ്യിൽ റബ്ബർ ഉണ്ടോ? റബ്ബറിൻ്റെ ഇംഗ്ലീഷിൽ എന്താ? ഇറേസർ. അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഹാവ്. അപ്പോൾ ഡു യു ഹാവ്, നിൻ്റെ കയ്യിൽ റബ്ബർ ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിലോട്ട് നമുക്ക് എഴുതാം. Do you have an eraser? ഇറേസറിന് സ്മോളായിട്ട് എഴുതിയാലും മതി. ഡു യു ഹാവ് ആൻ ഇറേസർ? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ആൻ ചേർത്തതെന്ന് നിങ്ങൾക്ക് അറിയോ? ആൻ ചേർക്കാൻ കാരണം ഇവിടുത്തെ വവൽ വവൽസിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. കുഴപ്പമില്ല, ഞാൻ നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞുള്ള ക്ലാസ്സുകളിൽ ഞാൻ എടുക്കുന്നതായിരിക്കും.
അപ്പോൾ എ ഇ ഐ ഒ യു വവൽസ് ഇല്ലേ, അപ്പം ഇവിടെ എ ഇ ഐ ഒ യുവിൽ ഇ ആണ്. എ ഇ ഐ ഒ യു എവിടെ വന്നോ അവൻ്റെ തൊട്ടിന് മുമ്പിൽ നമ്മൾ ആൻ ആയിരിക്കും ചേർക്കേണ്ടത്. എ ഇ ഐ ഒ യു എവിടെ ഈ വവലിൻ്റെ ഇപ്പോൾ ഇതൊരു ഇറേസറാണ്, അതിൻ്റെ ഫ്രണ്ടിൽ ഇ വന്നു, അതുകൊണ്ടാണ് നമ്മളിവിടെ ആൻ യൂസ് ചെയ്യണത്. കാര്യം ഇവിടെ ഇപ്പം എയോ ഐ ഒ യു എന്തായാലും നമ്മളിവിടെ ആൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരു വവൽസിൻ്റെ ഇത് എ ഇ ഐ ഒ എന്ന് പറഞ്ഞാൽ വവൽസാണ്. അത് നമ്മളിവിടെ എയോ ആനോ എന്നതിന് മുമ്പ് നമ്മൾ നോക്കണം അവിടെ എന്താണ് വവൽസ്. എ വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യണേ, ഇ ആണോ ഐ ആണോ യു, എ ഐ ഒ യു. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ അതിൻ്റെ മുമ്പിൽ എ ഓർ ആൻ ചേർക്കേണ്ടത്. അപ്പോൾ ഡു യു ഹാവ് ആൻ ഇറേസർ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഡു യു ഹാവ് ആൻ ഇറേസർ എന്ന് എഴുതിയത്. നെക്സ്റ്റ് പോയിൻ്റ് എന്താ, ഞാൻ പിന്നീട് തിരികെ തരാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ, പിന്നീട്, ലേറ്റർ, തിരികെ തരുക, റിട്ടേൺ ഇറ്റ് ലേറ്റർ അങ്ങനെ ഇപ്പോൾ പറയാം. അപ്പോൾ ഇതെന്താ, ഇവിടെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ വിൽ, ഞാൻ പിന്നീട് തിരികെ തരാം. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വില്ല് ചേർത്തത്. ഞാൻ പിന്നീട് തിരികെ തരാം, അത് ഫ്യൂച്ചർ ടെൻസ് അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് വില്ല് ചേർത്തു. ഐ വിൽ റിട്ടേൺ ഇറ്റ് ലേറ്റർ. ലേറ്റർ എന്ന് വെച്ചാൽ എന്താ, പിന്നീട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഞാൻ എഴുതി തീർന്നു. ഞാൻ എന്ന് വെച്ചാൽ എന്താ, എഴുതി എന്ന് പറഞ്ഞാൽ എഴുതുക, തീർന്നു കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഇവിടെ എന്താ, തീർന്നു, അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഫിനിഷിൻ്റെ കൂടെ ഈഡിയും കൂടെ ചേർക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. I finished writing. ഇതാണ് 12th പോയിന്റ്. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം എന്താണെന്ന്. ഞാൻ ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഇന്ന് ഇംഗ്ലീഷിലോട്ട് എങ്ങനെ നമ്മൾ എഴുതുന്നത്, ഞാൻ എന്ന് വെച്ചാൽ ഒരു തെറ്റ് ചെയ്തു. മേഡ് നമുക്ക് എഴുതാം. ഐ മേഡ് എ മിസ്റ്റേക്ക്. അപ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷിലോട്ട് എഴുതാം. ഞാനൊരു തെറ്റ് ചെയ്തു. ഐ മേഡ് എ മിസ്റ്റേക്ക്. ഇത് ഐ ആണ് എഴുതിയപ്പം ചെയ്ത MISTEK. അപ്പം ഞാനൊരു തെറ്റ് ചെയ്തു. ഐ മേഡ് എ മിസ്റ്റേക്ക്. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ, അവൻ അവധിയിലാണ്. അപ്പോൾ ഇവിടെ അവൻ അവധിയിലാണ്. അവൻ എന്ന് വെച്ചാൽ ഹി. അവധിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയേണ്ടത്, അവധി എന്ന് വെച്ചാൽ ലീവ്. അപ്പം നമുക്കിത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതേണ്ടത്, ഹി ഈസ് on leave. അവൻ അവധിയിലാണ്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഡെയിലി ക്ലാസ് റൂമിൽ പറയേണ്ട സെൻറ്റൻസുകൾ, സ്റ്റുഡൻസിന് വേണ്ടി പറയാൻ പറ്റിയ സെൻറ്റൻസുകളാണ് പഠിച്ചത്. അപ്പോൾ ഈ പേജിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നോക്കാം. ക്ഷമിക്കണം ടീച്ചർ, ഞാൻ വൈകി. സോറി ടീച്ചർ, ഐ ആം ലേറ്റ്. ദയവായി എനിക്കൊരു അവസരം തരൂ. പ്ലീസ് ഗീവ് മീ എ ചാൻസ്. നിന്റെ കയ്യിൽ റബ്ബർ ഉണ്ടോ? ഡു യു ഹാവ് ആൻ ഇറേസർ? ഞാൻ പിന്നീട് തിരികെ തരാം. ഐ വിൽ റിട്ടേൺ ഇറ്റ് ലേറ്റർ. ഞാൻ എഴുതി തീർന്നു. ഐ ഫിനിഷ്ഡ് റൈറ്റിംഗ്.
ഞാൻ ഒരു തെറ്റ് ചെയ്തു. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. അവൻ അവധിയിലാണ്. ഹീ ഈസ് ഓൺ ലീവ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.